കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് പറയുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ 24-നോട്. പ്രതിപക്ഷാംഗങ്ങളുടെ നോട്ടീസിൽ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും ജോർജ് കുര്യൻ പറയുകയാണ്. കോടതിയിൽ വരുന്ന വിഷയത്തിൽ ഒരു മന്ത്രി എന്ന രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് ആ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം പ്രതികരിക്കാം. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ BJPയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ ക്രമാനുസരിച്ച് അത് നടക്കും. അപ്പോൾ അതുകൊണ്ടത് അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. ഇതിനെപ്പറ്റി ഒരു കമൻറ്റും ആരും കാര്യമായി അങ്ങനെ പറയുന്നില്ല. BJP നേതാക്കളൊക്കെ അങ്ങനെ ആ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. ടോബി ജോൺസൺ തുടർന്ന്. ടോബി, എന്തായാലും ഇതിൽ ബാക്കി വിഷയങ്ങൾ പോലെയൊന്നുമല്ല. സഭ ഇതിൽ അങ്ങേയറ്റം രോഷാകുലരാണ്. ആ രോഷം ദീപികയുടെ മുഖപ്രസംഗത്തിൽ കാണാം. വി ശിവൻകുട്ടി പറയുന്നത് പോലെ തിരുമേനിമാരുടെ ഒരു പ്രതികരണം, ഈ സഭാ നേതൃത്വത്തിൻ്റെ ഒരു നേർക്കുനേർ, ഇപ്പം മുഖപ്രസംഗത്തിൽ മാത്രം രോഷം കൊണ്ട് കാര്യമില്ലല്ലോ, കാര്യം പ്രതികരണത്തിൽ കൂടി ഉണ്ടാവണമല്ലോ. ടോബി, അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കണോ, അതോ നേരത്തെയുള്ള പല സന്ദർഭങ്ങളിലെന്ന പോലെ മൗനമായിരിക്കുമോ മറുപടി? ടോബി, അത് ഉണ്ടാകേണ്ടതാണ് ഹാഷ്മി. ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ആവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എഡിറ്റോറിയലിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തിയാൽ മതിയോ എന്ന് മന്ത്രി ചോദിക്കുന്നത് ശരിയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമാണ് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പാലായിൽ. അന്ന് ഒട്ടുമിക്ക സഭ മേലധ്യക്ഷന്മാരും ആ വേദിയിലുണ്ടായിരുന്നു. എന്നാൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചത്, അതും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചത് എന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ശശി തരൂർ ആ വിഷയത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. ഇത് പ്രതിഷേധാർഹമാണ്, പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം ഒരു വാക്കുകൂടി അന്ന് ആ പരിപാടിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ മറ്റ് മതമേലധ്യക്ഷന്മാരെല്ലാവരും, കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ മറ്റ് യാക്കോബായ സഭാധ്യക്ഷൻ ക്ലിമിസ് ബാവ, അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഇവരാരും തന്നെ ഈ വിഷയം വേണ്ട രീതിയിലൊന്ന് ഉയർത്തി ആ ഒരു വേദിയിൽ സംസാരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം അന്ന് തന്നെ നമുക്കും ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബിഷപ്പുമാരും മെത്രാന്മാരും ആരും തന്നെ ഈ ഒരു വിഷയം ഒരു പ്രതികരണം നടത്തി ഇതൊരു പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല. ആകെ വന്നത് ഈ ഒരു ലേഖനം മാത്രമാണ് ദീപിക പത്രത്തിൽ. ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് ബിഷപ്പുമാരുടെ കൗൺസിൽ അയച്ചിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളോ ഒന്നും തന്നെ ഈ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി എടുത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്തരത്തിലുള്ള വലിയൊരു അമർഷം ഈ സഭയിലെ പല ആളുകൾക്കുമുണ്ട്. ഇത് ഇങ്ങനെ ആവർത്തിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വശത്ത് നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. എന്നാൽ കേരളത്തിൽ അതിന് വിപരീതമായി BJP നേതാക്കൾ അടക്കം സഭയുമായി കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ കേക്കുമായിട്ടൊക്കെ സഭാ നേതൃത്വത്തിൻ്റെ അടുത്ത് പോയി അവരുമായി കൂടുതൽ ബന്ധമുണ്ടാക്കാൻ ഒരു വശത്ത് ശ്രമം നടത്തുമ്പോൾ ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങളും അല്ലെങ്കിൽ ഈ മതപരിവർത്തനം എന്ന പേര് പറഞ്ഞ് ഈ കന്യാസ്ത്രീകളെയും മറ്റും വൈദികരെയൊക്കെ വേട്ടയാടുന്ന സാഹചര്യത്തിലോട്ടൊക്കെ പോകുന്നു. എന്തായാലും കേരള കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ ഈ സഭയുമായി അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രതിഷേധവും കൂടി ഈ വിഷയത്തിൽ കേരളത്തിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സഭാ നേതൃത്വവുമൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഹാഷ്മി, എന്തായാലും വി ശിവൻകുട്ടിയെ തുറന്നു പറയുകയാണ്. ഇത്തരത്തിൽ മുഖപ്രസംഗം എഴുതലാണോ വേണ്ടത്, അതോ പുറത്തു വന്നു നേരിടുന്ന ഇപ്പോൾ മുഖപ്രസംഗത്തിൽ പോയ കാലങ്ങളിൽ രാജ്യത്തൊട്ടാകെ ക്രൈസ്തവർക്ക് നേരിട്ട ക്രൂരമായ വേട്ടയെ പറ്റിയുള്ള കണക്കുകൾ കൃത്യം 8,000 ചില്ലുവാനോ അങ്ങനെ എന്തോ കണക്കടക്കം വെച്ച് പറയുകയാണ്. അതങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ മതിയോ, അല്ലെങ്കിൽ മുഖപ്രസംഗത്തിൽ പറഞ്ഞാൽ മതിയോ, അതോ ധൈര്യമായി പുറത്തു വന്നത് പറയണ്ടേ എന്ന് മന്ത്രി വി ശിവൻകുട്ടി അടക്കം ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കാനൊരു ധൈര്യമൊക്കെ വേണം. അത് വി ശിവൻകുട്ടിക്ക് മാത്രമേ ഉള്ള ധൈര്യവുമാണ്. എന്തായാലും ആ ചോദ്യം അത് പ്രസക്തമായ ചോദ്യം തന്നെയാണ് കേട്ടോ. ഇവിടെ വേറൊരു ധൈര്യമുള്ള ആളുണ്ട്, യുഹാനോൻ മിലിത്യോസ് എന്നാണ് പേര്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പരിഹാസമാണ്, എന്തിനാ പ്രതിഷേധിക്കുന്നത്, അടുത്ത പെരുന്നാൾ ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ച് ആദരിച്ചാൽ പോരെ എന്നൊരു പരിഹാസം ഉന്നയിക്കുന്നുമുണ്ട്. അജീഷ് ജയകുമാർ തുടരുന്നു. അജീഷ്, എന്തായാലും ഈ കന്യാസ്ത്രീകൾക്കെതിരെ, ഈ പാവം കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകളാണ്. സിസ്റ്റർ പ്രീതി 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതി, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4, BNS 143 എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് സംശയിക്കുന്നു. മനുഷ്യക്കടത്തുണ്ട് എന്നും എഫ്ഐആർ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ബോഗസായിട്ടുള്ള സംശയങ്ങളുള്ള അനുമാനങ്ങൾ നിറഞ്ഞ ഭീകരമായ ആരോപണങ്ങൾ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന്
ജാമ്യം കോടതിയിൽ ഈ ഗുരുതര വകുപ്പുകൾ നിലനിൽക്കവേ ജാമ്യം കിട്ടുമെന്ന് ശരിക്കും പ്രതീക്ഷിക്കണോ? ഹാഷ്മി, ഇതിൽ നമുക്ക് ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ, അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അവർ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഇറങ്ങി വന്നത്. മാത്രമല്ല അവരുടെ ഭാഗത്തു നിന്ന് പിതാവിന്റെ സമ്മതപത്രവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ക്രൈസ്തവ സമൂഹമുള്ളത്, കൂടെയുള്ളവരുമുള്ളത്. എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആദ്യം പറഞ്ഞിരുന്നത് മനുഷ്യക്കടത്ത് എന്നുള്ളൊരു കുറ്റം മാത്രമാണ് ചുമത്തിയിരുന്നത് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീടാണ് നിർബന്ധിത പരിവർത്തന നിരോധന നിയമം ഇത് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. അതിൽ ഒന്നാം പ്രതിയാണ് സിസ്റ്റർ പ്രീതി മേരിയാണ് ഒന്നാം പ്രതി, രണ്ടാം പ്രതി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. ഇങ്ങനെ രണ്ടുപേരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിനുശേഷമാണ് റിമാൻഡ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.